രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ വേട്ടക്കാരന് അർഹിക്കുന്ന വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. മുൻകൂർ ജാമ്യമില്ല, ജയിലറയ്ക്കുള്ളിലേക്ക് പോകുന്നു. അതിനേക്കാൾ എടുത്തു പറയേണ്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്ര കാലവും സംരക്ഷിച്ചുകൊണ്ടിരുന്നത്, AICC ഇതുവരെ നിലപാടെടുക്കാതിരുന്നത്, ഇന്ന് കോടതി വിധി തിരിച്ച അടിയാകുമെന്ന് വന്നപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. ഗത്യന്തരമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരിക്കുന്നു. നാണം കെട്ട് നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല, രാജ്യത്തെ കോൺഗ്രസ്. AICC എന്ന് പറയുന്ന സംവിധാനം, അവരുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം അടക്കം. ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് അല്പം മുമ്പ് സണ്ണി ജോസഫ് അടക്കം ഇക്കാര്യങ്ങളിൽ പറഞ്ഞ പ്രതികരണം, നേതാക്കൾ ഓരോരുത്തരും ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ വളരെ ജീർണിച്ചൊരവസ്ഥയിലേക്ക് ഈ വിചാരണ നടപടി വരെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്രയും വൈകി എന്ന ചോദ്യത്തിനായിരിക്കും ഇനി ഉത്തരം പറയേണ്ടത്. ആ കോടതി നടപടികൾ കാത്തിരുന്നതാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, നടപടിക്ക് വേണ്ടി പാർട്ടിയുടെ ഒരു ചിട്ടവിട്ടങ്ങളുണ്ട്, അതനുസരിച്ച് AICCയുടെയൊക്കെ അനുവാദം വാങ്ങി എല്ലാവരും കൂടിയാലോചിച്ച് നടപടിയെടുക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വസ്തുതാവിരുദ്ധമാണ് എന്ന കാര്യം നടപടി വന്നത് ഏത് നിമിഷമാണ്. കോടതി നടപടിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് മുന്നോട്ട് പോകാം എന്ന കോടതി ഉത്തരവ് വന്നതിന് തൊട്ട് പിന്നാലെയാണ് KPCCയുടെ റിലീസ് ഔദ്യോഗികമായി പുറത്തു വന്നത്. കോടതി നടപടി വരെ കാത്തിരിക്കുകയായിരുന്നു. അതായത് ഇത്രയേറെ ജനരോഷമുണ്ടായിട്ടും ആ പാർട്ടിയുടെ AICC കർശന നടപടി ആവശ്യപ്പെട്ടിട്ടും ഒരു തരത്തിലും നടപടിയെടുക്കാതെ ഷാഫി പറമ്പിൽ ഇന്നുകൂടി കാക്കണം, കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകും എന്ന ഷാഫിയുടെ ഉറപ്പിന് വേണ്ടി വീണ്ടും കാത്തിരിക്കുകയാണ്. എത്രമാത്രം കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേവലം 5 ദിവസങ്ങൾ മാത്രം ആദ്യഘട്ട വോട്ടെടുപ്പിന് ബാക്കിയുള്ളപ്പോൾ പരമാവധി കോൺഗ്രസിന് ജനങ്ങളുടെ മധ്യത്തിൽ വിഴുപ്പലക്കുന്ന തരത്തിലേക്ക് ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും കൊണ്ടുചെന്നെത്തിച്ചു എന്ന വികാരം തന്നെയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കും ഒപ്പം തന്നെ ദേശീയ നേതാക്കൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് ദീപദാസ് മുൻഷി കർശനമായി വലിയ അതിർത്തി AICC നേതൃത്വത്തിനെ അറിയിച്ചു. AICCയുടെ ഭാഗമായി അതിർത്തി കേരളത്തിലെ നേതാക്കൾ KPCC അധ്യക്ഷനെയും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല വർക്കിംഗ് പ്രസിഡന്റുമാർ പൂർണ്ണമായി ഈ വിഷയത്തിൽ KPCCയെയും നേതൃത്വത്തെയും ഹൈജാക്ക് ചെയ്തു എന്ന പരാതിയാണ് AICCക്കുള്ളത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റുമാർ ആരാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ നിയന്ത്രിക്കുന്നത്? ഒന്ന് വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, മറ്റൊന്ന് AP അനിൽകുമാർ, മറ്റൊരാൾ എന്ന് പറയുന്നത് PC വിഷ്ണുദാസാണ്. ഇവർക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിട്ടും കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനം എന്തിന് അട്ടിമറിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ വിധിയിൽ പൂർണ്ണമായി ഈ കാര്യത്തിൽ അറസ്റ്റടക്ക നടപടിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നിർബന്ധിതമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.